കർണാടകയിലെ ചിക്കമംഗലൂരുവിൽ 1500 അടി താഴ്ചയിൽ കണ്ടെത്തിയ ശ്രീനന്ദയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹം ഇന്നു തന്നെ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. എന്താണ് സംഭവിച്ചത് എന്ന അന്വേഷണത്തിന് ശേഷമേ പറയാനാകൂ എന്ന് ചിക്കമംഗലൂരു MLA HD തമ്മയ്യ പ്രതികരിച്ചു. Doubts there in that parents. So finally, his result is investigation. After the investigation, his result come, and after the postmortem report come, and test for lab, forensic science lab later. അതേസമയം കാണാതായ സ്ഥലത്ത് നിന്നല്ല മകളുടെ മൃതദേഹം കണ്ടെത്തിയതെന്ന് അച്ഛൻ രമേശ് ആരോപിച്ചു. മരണത്തിലെ ദുരൂഹത നീക്കുമെന്ന് പോലീസ് ഉറപ്പു നൽകിയതായും കർണാടക പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തരാണെന്നും കുടുംബം പ്രതികരിച്ചിട്ടുണ്ട്. ബോഡി എങ്ങനെ താഴെ വന്നു എന്നുള്ളത് നമ്മുടെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്, അത് നിലനിൽക്കുന്നുണ്ട്. അത് പിന്നിപ്പോൾ നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ആശങ്ക ക്ലിയർ ആയി കിട്ടും. കാണാതായ സ്ഥലത്തുനിന്നല്ല അല്ല, അതെ അതാണ് പറഞ്ഞത്. അപ്പോൾ ഫർദർ ഇൻവെസ്റ്റിഗേഷനിലാണ് നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഉണ്ടാവുന്നതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അന്വേഷണത്തിൽ നിലവിൽ തൃപ്തി തന്നെയാണ്. രതീഷ് വിശദാംശങ്ങളുമായി തത്സമയം നമ്മളോടൊപ്പമുണ്ട്. രതീഷ്, ഇതിലേറ്റവും നിർണായകമാകുന്ന ഒരു ഘട്ടമാണ് ഈ മരണത്തിൽ പൂർത്തിയായിരിക്കുന്നത്, പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് നാളെ രാവിലെയോടുകൂടിയേ ലഭ്യമാകൂ എന്നാണോ വിശദാംശങ്ങൾ ലഭിക്കുന്നത്? ഒരു പക്ഷേ അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ഇതിനെ എല്ലാ വ്യക്തതയും ഈ മരണത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. പോസ്റ്റ്മോർട്ടം പൂർത്തിയായ ശ്രീനന്ദയുടെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ആംബുലൻസിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വൈകിട്ട് 7 മണിക്ക് ആശുപത്രിയിൽ മോർച്ചറിയിൽ എത്തിച്ചെങ്കിലും 9:45 ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത്. തുടർന്ന് 2 മണിക്കൂർ കൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർണ്ണമായും പൂർത്തിയാക്കി. പൂർണ്ണമായും ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചത്. അതായത് പൂർണ്ണമായും വീഡിയോ ചിത്രീകരിച്ചു. ഒരു നിയമപരമായ എല്ലാ നടപടികളും പൂർത്തിയാക്കിക്കൊണ്ട് ഒരു ആക്ഷേപത്തിനിടയാക്കാതെ എല്ലാ ശാസ്ത്രീയമായ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് വീഡിയോ ഉൾപ്പെടെ ചിത്രീകരിച്ചുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹം സ്വദേശമായ പാലക്കാടേക്ക് കൊണ്ടുപോവുകയാണ്. പിതാവ് രമേശിനും മാതാവ് രോഹിണിയടക്കം ബന്ധുക്കളും ഈ ആംബുലൻസിനെ അനുഗമിക്കും. രാവിലെയോടെ തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് ഇപ്പോൾ ബന്ധുക്കളും മറ്റും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിലെ പ്രാഥമികമായ വിവരം ഇപ്പോൾ പോലീസ് പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പറയാനാകില്ല എന്ന് തന്നെയാണ് പോലീസ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ പാലക്കാടേക്ക് മൃതദേഹമായിട്ടുള്ള ആംബുലൻസ് യാത്ര തിരിക്കും. നമുക്കറിയാം, ആദ്യമുണ്ടായ ചില ആശങ്കകളും ചില സംശയങ്ങളും ഒക്കെ തന്നെ ബന്ധുക്കൾ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിനെ അറിയിക്കുകയുണ്ടായി. അതിലൊക്കെ തന്നെ പോലീസ് വ്യക്തത വരുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദമായ കാര്യങ്ങൾ പരിഗണിച്ച് തന്നെയായിരിക്കും അത്തരത്തിൽ ഒരു വിശദീകരണത്തിന് പോലീസ് തയ്യാറാകുക. പോലീസിന്റെ അന്വേഷണത്തിൽ ഇവർ തൃപ്തരാണ് എന്നുകൂടി ശ്രീനന്ദയുടെ പിതാവ് രമേശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇപ്പോഴും ചില സംശയങ്ങളുണ്ട്. ഈ ശ്രീനന്ദ വീണ സ്ഥലം സംബന്ധിച്ച ചില ആശങ്കകളും സംശയവും അവർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അതും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ അതിന്റെ റിസൾട്ട് വരുന്നതോടുകൂടി, അതിന്റെ ഫലം വരുന്നതോടുകൂടി അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്നാണ് പോലീസ് അധികാരികളും പറയുന്നത്. എന്നാലും കർണാടക പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ തരത്തിലുള്ള പിന്തുണയുണ്ടായി. എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായ രീതിയിൽ പരിശോധിക്കാൻ തങ്ങളെ സഹായിച്ചു എന്നുൾപ്പെടെ രമേശ് പിതാവ് രമേശ് പറയുകയുണ്ടായി. മാത്രമല്ല, ജില്ലാ ഭരണകൂടം MLA ഉൾപ്പെടെ അവർ സ്ഥലത്തെത്തി അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കി നൽകുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും വലിയ ആഹ്ലാദത്തോടെ ചിക്കമംഗലൂരിലേക്ക് വന്ന ഈ 40 സംഘത്തിൽ വീണ്ടും കണ്ണീരോടുകൂടി സങ്കടം നിറഞ്ഞ് ഇവിടുന്ന് യാത്രയാവുന്ന കാഴ്ച കൂടിയാണ് കാണുന്നത്. ശ്രീനന്ദ ഇവിടെ മൃതദേഹവുമായി അല്പസമയത്തിനുള്ളിൽ ആംബുലൻസ് പാലക്കാട്ടേക്ക് തിരിക്കും.
രാവിലെ തന്നെ അവിടെ എത്തുന്ന മുറയ്ക്ക് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയതായി തന്നെയാണ് പിതാവ് രമേശൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം, ഈ പ്രദേശത്ത് വന്ന്, അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച ആണ് അവർ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ സന്ദർശിച്ച് ഇവിടെ എത്തുന്നത്. എത്തി ഉടനെ വൈകിട്ട് 5:20 വരെ ഒന്നിച്ച് ഉണ്ടായിരുന്ന സ്നേഹന്തയെ ഉടനെ കാണാതാവുകയായിരുന്നു. തുടർന്ന് ആ ഘട്ടത്തിൽ തന്നെ പോലീസും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തന്നെ വ്യാപകമായി തിരച്ചിൽ നടത്തിയും കണ്ടെത്താനായില്ല. 4 ദിവസം പിന്നിട്ട ശേഷമാണ് ഇന്ന് ശ്രീനന്ദയുടെ മൃതദേഹം 1500 അടി താഴ്ച ഈ കൊക്കയിൽ നിന്ന് കണ്ടെത്തിയത്. തുടർന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ചില സംശയങ്ങളൊക്കെ തന്നെ ബന്ധുക്കൾ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി പോലീസും ആ ഗൗരവത്തോടെ എടുത്തു. പിന്നീട് അത്തരത്തിൽ കാര്യങ്ങൾ പരിശോധിച്ചു. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന്റെ മുറയ്ക്ക് ബന്ധുക്കളുടെയും മാതാപിതാക്കളുടെയും ആശങ്കകൾ കൂടി പരിഹാരമുണ്ടാവുന്ന രീതിയിൽ ഇടപെടും എന്ന് തന്നെയാണ് കർണാടക പോലീസ് അറിയിക്കുന്നത്. എന്നാലും ശ്രീനന്ദയുടെ മൃതദേഹമായി ആംബുലൻസ് ഇപ്പോൾ ചിക്മംഗ്ലൂരു ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. നാളെ പാലക്കാട്ടെ സംസ്കാര ചടങ്ങുകൾ പാലക്കാട്ട് നാളെ നടക്കും എന്നാണ് ബന്ധുക്കൾ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്. ശരി, രതീഷ് വാസുദേവനാണ് ചിക്കമംഗളൂരുവിൽ നിന്ന് തത്സമയം ദൃശ്യങ്ങളും വിവരങ്ങളും നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ശ്രീനന്ദയുടെ മൃതദേഹവുമായി ആംബുലൻസ് പാലക്കാടേക്ക് തിരിക്കുന്നു.